സാറിന്റെ ഇരട്ട പേരാണ് പടക്കം. അതൊക്കറിയില്ലല്ലോ. നിങ്ങൾ ഈ കമ്പിപ്പൂത്തിരി കത്തിക്കണ മാതിരി ഇങ്ങനെ ചിരിച്ച. എന്താ സാർ? നാളെ ദീപാവലിയാണ്. നമ്മൾ ലൈസൻസ് കൊടുത്ത ആളുകളൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് ഈ കോയ മാത്രം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. എന്ത് കൊണ്ടുവന്നില്ലെന്ന് സാർ? അല്ല, നാളെ ദീപാവലിയാണല്ലോ. ആണല്ലോ. ആ, കോയ മാത്രം ഒന്നും കൊണ്ടുവന്നില്ല. എന്ത് കൊണ്ടുവന്നില്ല സാർ? അല്ല, ഈ ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞു. കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്ത്? എടോ, എന്താ സാർ? പടക്കം. സാധനങ്ങള് ദീപാവലിയുടെ നിങ്ങൾക്കുള്ളതൊക്കെ സാറിനുള്ള കൊടുക്ക്. സാറിനുള്ള കൊണ്ട് കൊടുക്ക്. സാറേ, ആ, ദീപാവലിയുടെ ഇതെന്താണ് ഇത്? ഇത് കമ്പിത്തിരി, മേശപ്പൂവ്, ലാത്തിരി, പൂത്തിരി. അടുക്ക്. ഇതെടുക്കാൻ. ഇതൊന്നും എനിക്ക് വേണ്ട. ഈ പൊട്ടുന്നതില്ലേ? അപ്പം പൊട്ടണാണ്. ഇതൊക്കെ പൊട്ടും. ഇതൊക്കെ പൊട്ടണ തന്നെയാണ്. ഇതൊന്നും അല്ലെന്ന്. ഈ മേശപ്പൂവ്. മേശപ്പൂവല്ല, കമ്പിത്തിരി. കമ്പിത്തിരി അല്ലെന്ന്. ലാത്തിരി, പൂത്തിരി. പടക്കല്ലോ, പടക്കം. ആ, പടക്കോ? പടക്കണ്ട്. ആ, അത് കൊണ്ടുപോവാ. അത് പോയിട്ട് കൊണ്ടുപോടോ. പടക്കം സാറിന് വേണോ? പടക്കം. ആ, സാറിന് പടക്കം വേണത്. ഒടുക്കം പടക്കം സാറന്നെ പറഞ്ഞു. ആ സാറിനെ കൊണ്ട് പടക്കം ഒന്ന് പറയിപ്പിച്ചു അല്ലേ? അല്ല, എന്നോട് ചോദിച്ചാണ്. ഈ പറഞ്ഞ പടക്കത്തിനൊക്കെ താൻ ഫൈൻ അടക്കേണ്ടി വരും. അതൊന്നും എന്റെ കട വിൽക്കേണ്ടി വരും സാറേ. അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയണ്ട. താൻ പടക്കം കൊണ്ടുപോയി കൊടുത്തോ, പക്ഷെ ഈ പടക്കത്തിന്റെ പൈസ എനിക്ക് തന്നിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി. എത്രയാണ് ഇതിന്റെ റേറ്റ്? അത് ഒരു 150 രൂപയ്ക്ക് താഴെ വരണുള്ളൂ. 150 രൂപയ്ക്ക് താഴെ? നിങ്ങൾ വാങ്ങിച്ച വിലയല്ല, നിങ്ങൾ കൊടുക്കുന്ന വില എത്രയാണ്? 300 രൂപ. 500 രൂപ തന്നിട്ട് അങ്ങോട്ട് കൊടുത്തോ. 500 രൂപ എനിക്ക് തന്നിട്ട് ഈ പടക്കം സാറിന് കൊണ്ടുപോയി കൊടുത്തോ. എനിക്ക് പടക്കമൊക്കെ വേറെ. എന്റെ സാധനങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. ശരിയല്ലേ സാറേ? ഇത് വേണ്ടേ? ആ, അതും കൂടെ കൊണ്ടു. ഇനി പടക്കം എന്ന് പറഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. അതറിയാണ്ട് പറഞ്ഞല്ലേ സാറേ? ഞാൻ സാറ് പറഞ്ഞിട്ട് ഇതാക്കല്ലേ സാറേ? നന്നായി. മേശപ്പൂവ്. ഓ, ഇത് നന്നായിട്ട് പൊട്ടൂലേ? പിന്നെ അസലായിട്ട് പൊട്ടണ പടക്കാണ്. നല്ല ഒന്നാന്തരം പടക്കാണ്. അതിന് തിരി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒടുക്കം വരെ നിൽക്കാതെ പൊട്ടണ പടക്കാണ്. അസല പടക്കാൻ എല്ലാം. ഒരു സമാധാനമായി സാറേ. നെഞ്ചിന്ന് ഒരു കെട്ട് ഇറങ്ങിയ പോലെ. അതെന്താ അത്? അല്ല, ഈ പടക്കം എന്ന് പറയുമ്പോ സാറിന് ഓർമ്മ വന്നിട്ടേ ഇപ്പൊ സമാധാനമായി. ഒരു 10 പടക്കം പറഞ്ഞപ്പോ നെഞ്ചിന്നൊരു. ശരി, തമ്പിക്കോളൂ. എല്ലാ പടക്കവും പൊട്ടിക്കണം കേട്ടാ സാറേ. എന്തായാലും സമാധാനമായി സാറേ. സാറിന്റെ പിന്നാലെ ഒരു ലൈസൻസിന് വേണ്ടി കുറെ നാള് ഞാൻ നടന്നത്, കുറെ കായും ചെലവാക്കി. അതിനൊക്കെ പുറമേ ഇപ്പൊ ഇതൊക്കെ തന്നിരിക്കുന്നത് കേട്ടാ. അതിനൊന്നും ഒരു കുഴപ്പമില്ലടോ. എല്ലാം മുകളിലൊരാളിരുന്ന് കാണുന്നുണ്ടല്ലോ. അതെ, അതാണ് ഇപ്പൊ എന്റെ ഒരു സമാധാനം. അപ്പോ ദീപാവലി ആശംസകൾ. ആയിക്കോട്ടെ. ശരി. ഒരു കുടുംബം നശിപ്പിച്ചിട്ട് ആശംസ പറയാൻ സാറേ. രണ്ടാൾക്കും സമാധാനായില്ലേ? കാശും കിട്ടി, കുറെ പടക്കവും കിട്ടി. ഹാപ്പി അല്ലേ? അപ്പൊ ശരി. മുകളിലിരിക്കുന്ന ഒരാളെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചില്ലാട്ടാ.